വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ശബരിമലയിൽ എത്തിയ 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ എത്തിയവരെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഈ സീസണിൽ 44 ലക്ഷം പേർ ശബരിമലയിൽ ദർശനം നടത്തി. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രം എത്തിയത് 8.2 ലക്ഷം പേർ. 7564 യുവതികളും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കനകദുർഗയും ബിന്ദുവും എത്തിയത് രജിസ്റ്റർ ചെയ്യാതെയെന്നും ദേവസ്വം മന്ത്രി സ്ഥിരീകരിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച വൃശ്ചികം 1 2018 നവംബർ 16 മുതലുള്ള കണക്കാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ ആകെ ദർശനം നടത്തിയവർ 44 ലക്ഷം പേർ എന്ന് വ്യക്തമാകുന്നു. 16 ലക്ഷം പേർ ഓൺലൈനിൽ ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തപ്പോൾ 8.2 ലക്ഷം പേരാണ് ദർശനം നടത്തിയത്. ഇതിൽ തന്നെ 10നും 50 വയസ്സിനും മധ്യപ്രായമുള്ള 7564 യുവതികൾ രജിസ്റ്റർ ചെയ്തതിലാണ് 51 പേർ എത്തിയതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പറ്റില്ല, അതുവഴി കടന്നുപോയതായിട്ട് രേഖകൾ കാട്ടുന്നത് ഇതാണ്. ഇതേ നമ്മുടെ കൈവശമുള്ള രേഖകൾ. നമുക്ക് അവിടെ അല്ലാതെ അവിടെ വരുന്ന അയ്യപ്പസ്വാമിമാരുടെ പ്രായമന്വേഷിക്കലൊന്നും നമ്മുടെ ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉണ്ടായിട്ടില്ല. യുവതികളെ തിരിച്ചറിഞ്ഞത് രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന ആധാർ രേഖയിലൂടെയാണ്. രജിസ്ട്രേഷൻ സ്ലിപ്പ് പമ്പയിൽ സ്റ്റാമ്പ് ചെയ്തപ്പോഴാണ് ദർശനത്തിനെത്തിയ യുവതികളുടെ എണ്ണവും തിട്ടപ്പെടുത്തിയത്. ഓൺലൈനിന് പുറമെ എത്തിയവർ വേറെയുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി പത്രസമ്മേളനമൊക്കെ നടത്തി വന്നിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അവിടെ. അതല്ലാതുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ടാവാം, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന വിവരം പരസ്യപ്പെടുത്താതെ എത്തിയവർക്ക് ദർശനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായത്. ദർശനം നടത്തിയ യുവതികളുടെ വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്നും ദേവസ്വം മന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ കൃത്യമായ കണക്കാണ് കോടതിയിൽ നൽകിയതെന്ന് ദേവസ്വം ബോർഡ് അംഗം വി ജയകുമാർ. കൃത്യമായ മെഷീനറി വെച്ചാണ് സർക്കാർ കണക്കെടുത്തത്. തന്ത്രി ആചാരലംഘനമോ കോടതി അലക്ഷ്യമോ നടത്തിയെങ്കിൽ ബോർഡ് നടപടിയെടുക്കും. സർക്കാരിന് പരിശോധിക്കാനുള്ള മെഷീനറി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കൃത്യമായ കണക്ക് സർക്കാർ കൊടുത്തിട്ടുള്ളത്. തന്ത്രി ആചാരലംഘനമാണെന്ന രീതിയിൽ തുടർ നടപടികളെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും തന്ത്രിക്ക് നടപടി എടുക്കേണ്ടി. സുപ്രീം കോടതിയുടെ വിധിയെ തന്ത്രി ലംഘിക്കുകയാണെങ്കിൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കും. സുരക്ഷ നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ സന്തോഷമെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു. സ്ത്രീകളുടെ അന്തസ്സുയർത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഭയം കാരണമാകും പുറത്തു പറയാത്തത്. സാധാരണ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ വേണം, അതിനാലാണ് കോടതിയെ സമീപിച്ചത് എന്നും ബിന്ദു പറഞ്ഞു. ഇന്ന് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. അക്രമകാരികളായ ചില ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും നമ്മളെ വളരെ മോശപ്പെട്ട ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അബ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തികൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയായിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിനെ ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് വീണ്ടും പറയാനുള്ളത്, സുപ്രീം കോടതിയിലുള്ള ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ വിധി. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയതോടെ അയിത്താചരണക്കാർ നേരിടുന്നത് വൻ പരാജയം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് പോലീസ് പിന്തുണ നൽകുന്നില്ല എന്ന വാദവും അസ്ഥാനത്ത് ആയിരിക്കുകയാണ്. ഇതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തലയുയരാനുള്ള ശ്രമത്തിലാണ് BJP. ശബരിമലയിൽ ദർശനം നടത്തിയ സ്ത്രീകളുടെ പേരും വിലാസവും തിരിച്ചറിയൽ രേഖകളും അടക്കമുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതോടെ അയിത്താചരണക്കാർ വൻ തിരിച്ചടി നേരിടുകയാണ്. ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ BJPയും RSSും കർമ്മസമിതിയും ഒപ്പം കോൺഗ്രസും അത് പരാജയപ്പെടുത്താനായിരുന്നു നിരന്തരം ശ്രമിച്ചത്. ലിംഗസമത്വം എന്ന ഭരണഘടനാ തത്വം പാലിക്കാനായിരുന്നു കോടതി വിധിയെ തുടർന്ന് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കേവലം അയിത്താചരണത്തിന്റെ മറവിൽ ശബരിമലയിൽ അക്രമം അഴിച്ചുവിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായിരുന്നു BJP-RSS ശ്രമം. അതൊക്കെ അതിജീവിച്ച് സ്ത്രീകൾ ദർശനം നടത്തിയപ്പോൾ അനാചാരങ്ങൾക്കെതിരായ പോരാട്ടം കൂടിയായി മാറിയത്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെപ്പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം മുതൽ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരെയും സ്വീകരിച്ചത്.
ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും സംരക്ഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇവർക്കെല്ലാമുള്ള താക്കീത് കൂടിയായി മാറി. ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ദർശനം നടത്തിയാൽ ആത്മാഹൂതി ചെയ്യുമെന്ന ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കും സർക്കാർ നൽകിയ പട്ടിക തിരിച്ചടിയായിരിക്കുകയാണ്. പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ ഇനി പുതിയ വാദമുഖങ്ങൾ നിരത്തേണ്ടി വരും KP ശശികലയെ പോലെയുള്ളവർക്ക്. ഇനി ഐത്താചരണക്കാർക്ക് അവശേഷിക്കുന്ന ആയുധം അക്രമം മാത്രമാണ്. ദർശനം നടത്തിയ സ്ത്രീകൾക്കും അവരുടെ വീടുകൾക്കും നേരെയും അക്രമം അഴിച്ചുവിടാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്നാൽ വനിതാ മതിൽ പോലുള്ള പ്രതിരോധങ്ങൾ അക്രമവും അവർക്ക് അപ്രാപ്യമാക്കുകയാണ്. സ്ത്രീകൾ ദർശനം നടത്തിയ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതോടെ ശബരിമല വിഷയമുയർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തടിയൂരാനുള്ള നീക്കവും BJP നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. സമരത്തിന് ആളെ കിട്ടാനില്ലാത്തതും നിരാഹാരം കിടക്കാൻ പ്രമുഖ നേതാക്കൾ തയ്യാറാകാത്തതും BJP നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിരുന്നു. സമരം 47 ദിവസം പിന്നിടുമ്പോൾ അണികൾക്ക് ആവേശമില്ലാത്തതും നേതാക്കൾക്കിടയിലെ ചേരിപ്പോരും മൂലം വിചാരിച്ചത്ര രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. പിന്തുണയില്ലാത്ത സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ RSS നേതൃത്വവും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഏകപക്ഷീയമായി നിരാഹാര സമരം പ്രഖ്യാപിച്ചത് എതിർപക്ഷ നേതാക്കളെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശബരിമല നട 19-ന് അടയ്ക്കുന്നതിനാൽ ഇനി സമരവുമായി മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. 20-ന് കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് സമരം അവസാനിപ്പിച്ച് തലയൂരാനാണ് ഇപ്പോഴത്തെ ശ്രമം. നിരാഹാരം കടന്നിരുന്ന VT രമ മാറി പകരം PK കൃഷ്ണദാസിനെ കൊണ്ടുവന്നത് നാളെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർണാടകയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ആരംഭിച്ചു. 3 കോൺഗ്രസ് MLA-മാർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇവർ BJPക്കൊപ്പം മുംബൈയിൽ തുടരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, യോഗത്തെത്താത്ത 3 MLA-മാരും ഇപ്പോൾ BJP പാളയത്തിലെന്നാണ് സൂചന. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിബിന, അല്പസമയം 3:30 കൂടിയാണ് ബാംഗ്ലൂരിൽ കർണാടക നിയമസഭാ മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം ആരംഭിച്ചത്. 79 MLA-മാർ പങ്കെടുക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിൽ പോലും 3 MLA-മാർ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. അതായത് ആകെ ഉള്ളത് 80 MLA-മാരാണ്. അതിൽ 77 MLA-മാർ മാത്രമേ നിയമസഭാ കക്ഷി യോഗത്തിന് എത്തിയിട്ടുള്ളൂ. 3 പേർ മഹേഷ് കുമാതിയും ഉമേഷ് ജാദവും രമേഷ് ജാർക്കോളിയും. ഇതിൽ മഹേഷ് കുമാതിയും ഉമേഷ് ജാദവും മുംബൈയിൽ തന്നെ ഉണ്ട് എന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രമേഷ് ജാർക്കോളി തങ്ങളോടൊപ്പം ഉണ്ട് എന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു BJP MP സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന് ഇപ്പോൾ ആകെ ഉള്ളത് 77 MLA-മാരുടെ പിന്തുണ. 77 MLA-മാരാണ്. ഈ പുറത്തു പോയിരിക്കുന്ന MLA-മാർ, അതായത് ഇന്ന് പങ്കെടുക്കാത്ത MLA-മാരെ കുറിച്ച് കോൺഗ്രസ് എന്ത് പറയും എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും യോഗം ആരംഭിച്ചിട്ട് യോഗ ശേഷം സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ JDS-ന് 37 ഉണ്ട്, BSPക്ക് 1, കോൺഗ്രസിനാകട്ടെ 77. അതിൽ ഒരു MLA കൂടി, ഇനിയും ഒരു MLA കൂടി ചില കോടതിയിൽ പോകാനുള്ളത് കൊണ്ട് താൻ വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൂടി ഒഴിയുമ്പോൾ 4 പേരായി. അങ്ങനെ 76 കണക്കാക്കുകയാണെങ്കിൽ പോലും ആകെ 114 പേരുടെ പിന്തുണയാണ്. ഇപ്പോഴും സർക്കാരിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നാൽ പോലും കൂടുതൽ കൊഴിഞ്ഞു പോക്കുണ്ടാകാതെ നോക്കണം. ഇപ്പോൾ മാറി നിൽക്കുന്ന MLA-മാർ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പിന്തുണ പിൻവലിച്ചതായി അറിയിച്ചിട്ടുമില്ല. രാഷ്ട്രീയ അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോഴും കർണാടകയിൽ പ്രതിഫലിക്കുന്നത്. വ്യക്തമാണ് സന്തോഷ്. കർണാടകയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ആരംഭിച്ചു. 3 കോൺഗ്രസ് MLA-മാർ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയില്ല. ഇവർ BJPക്കൊപ്പം മുംബൈയിൽ തുടരുന്നു എന്നാണ് സൂചന. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. രാമക്ഷേത്ര നിർമ്മാണത്തിൽ മലക്കം മറിഞ്ഞ് RSS. ക്ഷേത്ര നിർമ്മാണം 2025-ലെന്ന് RSS-ലെ രണ്ടാമനും ജനറൽ സെക്രട്ടറിയുമായ ഭയ്യാജി ജോഷി പറഞ്ഞു. ഉത്തർപ്രദേശിൽ കുംഭമേളയിൽ സംസാരിക്കുകയായിരുന്നു ഭയ്യാജി ജോഷി. രാമക്ഷേത്ര നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇതുവരെ RSS പറഞ്ഞിരുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിൽ വീണ്ടും നിലപാട് മാറ്റുകയാണ് RSS-ഉം BJP-യും. സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത് വൈകുന്നതുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം താമസിക്കുന്നതെന്നായിരുന്നു ഇതുവരെ RSS പരസ്യമായി പറഞ്ഞിരുന്നത്. എന്നാൽ കുംഭമേളയിൽ സംസാരിക്കുകയായിരുന്ന RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി രാമക്ഷേത്ര നിർമ്മാണം 2025-ലെ ആരംഭിക്കുകയുള്ളൂവെന്ന് വെളിപ്പെടുത്തി. ഭയ്യാജി ജോഷി പറഞ്ഞത് ഇങ്ങനെ: 1952-ൽ സോംനാഥ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതിനു ശേഷമാണ് ഗുജറാത്തിൽ വികസനം തുടങ്ങിയത്. അതുപോലെ 2025-ൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുമെന്നും പറഞ്ഞു. RSS-ന്റെയും BJP-യുടെയും പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോക്കാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർഡിനൻസ് ഇറക്കി ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ പ്രചാരണം.
ഹിന്ദു വോട്ട് ഏകീകരണത്തിനായി രാമക്ഷേത്ര വിഷയം സജീവമായി നിലനിർത്തുകയാണ് സംഘപരിവാർ ലക്ഷ്യമെന്ന് ഭയാജി ജോഷിയുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാന്താമംഗലം പള്ളിത്തർക്കത്തിന്റെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി യാക്കോബായി വിഭാഗവും പള്ളിയിൽ നിന്ന് മടങ്ങി. ഇരു വിഭാഗത്തോടും പള്ളിയിൽ നിന്നും പുറത്തിറങ്ങാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇപ്പോൾ തൃശൂർ ഭദ്രാസനാധിപൻ ഒന്നാം പ്രതിയാണ്, ഒപ്പം 120 പേരെ കൂടി പ്രതിയായി ചേർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിവിധ മാന്താമംഗലം ഈ പള്ളിത്തർക്കം ഇപ്പോൾ താത്കാലികമായ ഒരു പരിഹാരമായിരിക്കുകയാണ്. ഈ ജില്ലാ കളക്ടർ അനുപമയുടെ നിർദ്ദേശപ്രകാരം ഇരു കൂട്ടരും പള്ളിയിൽ നിന്നും ഇറങ്ങിയതോടെ പള്ളി പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 4 മണി വരെയാണ് ഇവർക്ക് യാക്കോബായ വിഭാഗം ആളുകളായിരുന്നു പള്ളിയിൽ ശേഷിച്ചിരുന്നത്. അവർക്ക് 4 മണിക്ക് മുൻപായി ഇറങ്ങണമെന്ന് അവരോട് നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം അവർ ഇറങ്ങുകയും ഇപ്പോൾ താൽക്കാലികമായി ഒരു പരിഹാരമുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ ജില്ലാ കളക്ടർ അനുപമ ഇരുവിഭാഗത്തെയും വെവ്വേറെ മാറ്റി നിർത്തിയും ഒരുമിച്ച് എല്ലാം നിർത്തിയും എല്ലാം തന്നെയും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചർച്ച നടത്തിയിരുന്നു. എങ്കിലും ഒരു മധ്യസ്ഥ ചർച്ചയിൽ ഇവർ ഒരു പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവരൊരു ഇതുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു ക്രമസമാധാന നിലയിൽ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 25ഓളം യാക്കോബായ വിഭാഗമാണ് ആ പള്ളിയിൽ ഏറ്റവും ഒടുവിലായി തമ്പടിച്ചിരുന്നത്. അവർ 4 മണിക്ക് ശേഷം ഇറങ്ങുകയും ചെയ്തു. പിന്നീട് അവർ പള്ളി പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ സംഘർഷ സാധ്യത തന്നെയും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായി നടന്ന ഈ തർക്കത്തിൽ ഏകദേശം 120 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ ഭദ്രാസനാധിപൻ യോഹനാൻമാർ മിലത്തിയോസ് ആണ് ഈ കേസിൽ ഒരു 1ാം പ്രതി. ഇങ്ങനെ നിരവധി വൈദികരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 120 പേർക്കെതിരെ കേസെടുത്തെങ്കിലും ഇതിൽ 42 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 30 ഓർത്തഡോക്സ് വിഭാഗവും 12 യാക്കോബായ വിഭാഗവും പെടും. ഇവർക്കെതിരെ കലാപമുണ്ടാക്കുക അല്ലെങ്കിൽ കലാപ കേസ്, വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരു വിഭാഗവും ഈ പള്ളിയിൽ നിന്ന് പിന്മാറുകയും ഇപ്പോൾ സംഘർഷ സാധ്യത അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിപിന, വ്യക്തമാണ്. മാന്താമംഗലം പള്ളിത്തർക്കത്തിന്റെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി ഇരു വിഭാഗവും പള്ളിയിൽ നിന്നിറങ്ങി. കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് ഇരു വിഭാഗവും പള്ളിയിൽ നിന്നിറങ്ങിയത്. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്. തിരിച്ചെത്താം, ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ആലപ്പാട് സമരം തുടരുന്നത് ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. സമരം ചെയ്യുന്നവർ പുറത്തുനിന്നുള്ളവരാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചതാണ്. ചെയ്യാൻ പറ്റുന്നതെല്ലാം സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഉടൻ തന്നെ ആലപ്പാട് സന്ദർശിക്കുമെന്നും വ്യവസായ മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സമരസമിതി പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല. നിങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഒരു മെമ്മോറാണ്ടം എന്തെങ്കിലും ആവശ്യം ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിക്കും എന്ന് അവരോട് തന്നെ ഞാൻ അവിടെ ചോദിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് സമരം തുടരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആലപ്പാട് വരുന്നുണ്ട്. ഇന്നില്ല, ഞാൻ ആലപ്പാട് ഞങ്ങൾ അവിടുത്തെ MLA-യും ഞാനും അവിടെ സന്ദർശിക്കും. ഏറ്റവും നന്നായി വികാരങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഗവൺമെന്റാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ് പക്ഷമായിട്ട് വരണ്ട, എല്ലാവരും കൂടി ചെന്ന് പോയി പരിശോധിച്ച് ഇതിനെക്കുറിച്ചൊരു നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ശരിയെന്ന് കൂടുതൽ ബോധ്യപ്പെടും. നമുക്ക് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരുടെയൊക്കെ താല്പര്യങ്ങളാണ്, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആലപ്പാട് വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ സഹായകരമാണ്. എന്നാൽ ഖനനം നിർത്തിവെച്ച് ചർച്ച എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും കാനം കോഴിക്കോട് പറഞ്ഞു. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ആശങ്ക അകറ്റണം എന്നതാണ്. അങ്ങനെ ആശങ്ക അകറ്റാനാണെങ്കിൽ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള ചർച്ചകളും അതിൻ്റെ വിദഗ്ധ സമിതിയുടെ പരിശോധനയും അതിന് സഹായകരമാണ്. സമരക്കാരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ സർക്കാർ അംഗീകരിക്കണമെന്നുണ്ട്. ജനങ്ങൾക്ക് ഉള്ള ആശങ്ക അകറ്റാൻ അത് പരിശോധിക്കാം. ആലപ്പാട് സമരത്തിൽ ജനങ്ങളുടെ വികാരം സർക്കാരിന് മനസ്സിലാക്കാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത് തികച്ചും ദൌർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ആലപ്പാട് സമരം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിനായിരുന്നു സർക്കാർ ശ്രമിക്കേണ്ടത്. സർക്കാർ ഈ ചർച്ചയിൽ ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇനിയാണെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. സമരം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അന്വേഷണ സംഘം വീണ്ടും വിപുലീകരിച്ചു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്നാകും ഇനി കേസ് അന്വേഷിക്കുക. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘത്തെ സഹായിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഡിജിപി നിർദ്ദേശം നൽകി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് അന്വേഷണം അധോലോക നായകൻ രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഇയാളുടെ വിദേശബന്ധം ഉൾപ്പെടെയുള്ളവ അന്വേഷണ പരിധിയിൽ വരും. ഈ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തെ നിലനിർത്തിക്കൊണ്ട് സംഘം വിപുലീകരിക്കാൻ ഡിജിപി തീരുമാനിച്ചത്. അന്വേഷണ സംഘത്തെ സഹായിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഡിജിപി നിർദ്ദേശം നൽകുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്തെ അന്വേഷണം ലോക്കൽ പോലീസും വിദേശ അന്വേഷണം ക്രൈംബ്രാഞ്ചും നിർവഹിക്കും. രവി പൂജാരിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് ഭീഷണിയുണ്ടായതെന്ന് ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒപ്പം പൂജാരിയുടെ ഫോൺ കോൾ റെക്കോർഡും ലീന പോലീസിന് കൈമാറിയിരുന്നു. ഇത് പൂജാരിയുടെ ശബ്ദം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെച്ച ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം രവി പൂജാരിയുടെ കേരളത്തിലെ സഹായികളാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനാൽ അന്വേഷണം രവി പൂജാരിയെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. പൂജാരിയുടെ ബന്ധങ്ങൾ വിപുലമായതിനാൽ ലോക്കൽ പോലീസിന് ഒറ്റയ്ക്ക് അന്വേഷണം നടത്തുന്നതിൽ പരിമിതികളുണ്ട്. ഇതേ തുടർന്നാണ് കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ സഹായവും ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചിന്നക്കനാൽ നടുപ്പാറ എസ്റ്റേറ്റ് ഇരട്ടക്കൊലപാതക കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. രാജകുമാരി കുളപ്പറച്ചൽ സ്വദേശി ബോബിനെ മധുരയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ചിന്നക്കനാൽ ഗ്യാപ് റോഡിന് സമീപം ഏലത്തോട്ടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന റിഥം ഓഫ് മൈൻഡ്സ് റിസോർട്ടിന്റെ ഉടമ രാജേഷ് എന്ന് വിളിക്കുന്ന ജേക്കബ് വർഗീസിനെയും സഹായി മുത്തയ്യെയും കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക അറസ്റ്റ്. ഒളിവിൽ കഴിയുകയായിരുന്ന ബോബിനെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രി 10:30 പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. പ്രതിയെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ രാജേഷ് കൊല്ലപ്പെട്ടത് വെടിയേറ്റല്ലെന്നും ആഴത്തിലുള്ള കുത്തേറ്റാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുത്തിന്റെ ശക്തിയിൽ ആയുധം ശരീരത്തിന്റെ പിൻഭാഗത്തും മുറിവേൽപ്പിച്ചിരുന്നതാണ് മരണം വെടിയേറ്റാകാം എന്ന സംശയത്തിന് ഇടയാക്കിയത്. മുത്തയ്യയുടെ മരണകാരണം മർദ്ദനമേറ്റതാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കൊലപാതകത്തിനിടെ മുറിവേറ്റ ബോബിൻ 2 ആശുപത്രികളിൽ ചികിത്സ തേടിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവശേഷം പ്രതി വിൽപ്പന നടത്തിയ 100 കിലോയിലധികം ഏലം പോലീസ് കണ്ടെടുത്തു. ആയുധങ്ങൾ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി പ്രതിയുമായി ശനിയാഴ്ച വിശദമായി തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജേഷിനെയും മുത്തയ്യെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബോബിനെ ഒളിവിൽ കഴിയാനും ഇടുക്കിയിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിച്ച ദമ്പതികളായ ഇസ്രവേൽ, കപില എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ശാന്തൻപാറ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗായകൻ VT മുരളിക്ക് കോഴിക്കോടിന്റെ ആദരം. സംഗീത ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ആദരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടി. കേരള പ്രവാസി സംഘം 5ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കം. പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് പതാക ഉയർത്തിയതോടുകൂടിയാണ് പ്രവാസി സംഘം 5ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ എന്നും പ്രവാസികൾക്കൊപ്പം നിലകൊണ്ട സർക്കാരാണ്. പ്രവാസി ലീഗൽ എയ്ഡ് സെൽ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും എല്ലാ രാജ്യങ്ങളിലും ഒരു ലീഗൽ അഡ്വൈസറെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രവാസി ലീഗൽ എയ്ഡ് സെൽ എന്നുള്ള ആശയത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഒരു ലീഗൽ അഡ്വൈസറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ചടങ്ങിൽ PT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA ആണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. നാളെ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാട്ടർ ടാങ്കിനകത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സ് വിപണിയിൽ പുത്തൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമാനതകളില്ലാത്ത ദൃഢമായ ബ്ലോമോഡ് HM STPE സെൽസർ റെനോസെപ്റ്റിക് ടാങ്കുകൾ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സെൻസർ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാഹ്യസമ്മർദ്ദങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ശേഷിയുള്ളതാണ് സെൽസർ ടാങ്കുകളെന്ന് സെൽസർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു.
ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ നെസ്ട്രോൺ ഫ്രെയിംലെസ് ഗ്യാസ് സ്റ്റൌ പുറത്തിറക്കി. കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് മോഡൽ ന്യൂക്ലിയ എന്ന പേരിൽ ഫോർജ്ഡ് ബർണറോട് കൂടിയ ഗ്യാസ് സ്റ്റൌ ലോഞ്ച് ചെയ്തത്. 5 വർഷത്തെ വാറണ്ടിയും ടഫ് ആൻഡ് മിറർ ഫിനിഷ്ഡ് ഗ്ലാസ് ടോപ്പുമാണ് ഇതിന്റെ പ്രത്യേകത. ജർമ്മൻ സാങ്കേതികവിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ബർണറുകളും പൈപ്പുകളും ഗ്യാസ് ലാഭിക്കാൻ സഹായിക്കുമെന്ന് നെസ്ട്രോൺ MD അബ്ദുൽ കരീം പറഞ്ഞു. ചടങ്ങിൽ വാണിജ്യരംഗത്തെ പ്രമുഖ ഡിസ്ട്രിബ്യൂട്ടർമാരും ഡീലർമാരും പങ്കെടുത്തു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VK മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ CP ആയിഷുമ അന്തരിച്ചു. കൈരളി TV ഡയറക്ടർ VK മുഹമ്മദ് അഷ്റഫിന്റെ മാതാവാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ AK മൂസ മാസ്റ്റർ, CK കരുണാകരൻ, മാർക്കറ്റിംഗ് വിഭാഗം മാനേജർ AS ജയശങ്കർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു.